പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചു. LDF സ്ഥാനാർത്ഥിയായ ടൈസൺ മാസ്റ്ററിന്റെ പരാതിയിലാണ് നടപടി. വി ഡി സതീശൻ തന്റെ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നും ആസ്തി കുറച്ച് കാണിച്ചെന്നുമാണ് ടൈസൺ മാസ്റ്ററുടെ പരാതി. ഈ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ ഈ സൂക്ഷ്മ പരിശോധനയ്ക്കിടെ വി ഡി സതീശന്റെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മാറ്റിവെച്ച പത്രിക ഇനി ഏറ്റവും അവസാനമാണ് പരിശോധിക്കുക. അദ്ദേഹത്തിനെതിരെ എതിർ സ്ഥാനാർത്ഥി കൂടി ആയിട്ടുള്ള E.T. ടൈസൺ മാസ്റ്ററാണ് ഈ ആസ്തി കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ പത്രിക മാറ്റിവെച്ചത്. അദ്ദേഹം തൻ്റെ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു, അതുപോലെ തന്നെ ആസ്തി പൂർണ്ണമായും കാണിച്ചിട്ടില്ല എന്നതാണ് ആരോപണങ്ങൾ. തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോഴെല്ലാം തന്നെ തങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ അതെല്ലാം വിശദമാക്കിക്കൊണ്ട് അതിൻ്റെ കൃത്യമായ കണക്ക് കാണിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. അതിൽ തങ്ങൾക്ക് ബാധ്യതകളൊന്നുമില്ല എന്നുള്ള ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള എല്ലാവിധ കണക്കുകളും വളരെ കൃത്യമായി തന്നെ സമർപ്പിക്കണം. എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തൻ്റെ ആസ്തി മറച്ചുവെച്ചു, അല്ലെങ്കിൽ സ്വത്ത് വിവരം മറച്ചുവെച്ചു, ആസ്തി കുറച്ച് കാണിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് E.T. ടൈസൺ മാസ്റ്റർ എതിരാളിയായ വി ഡി സതീശനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിക്ക് പിന്നാലെ ഇപ്പോൾ വി ഡി സതീശൻ്റെ നാമനിർദ്ദേശ പത്രിക മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഏറ്റവും അവസാനം ഇന്ന് സൂക്ഷ്മ പരിശോധന ഇന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഏറ്റവും അവസാനം കൂടുതൽ വിശദമായി പരിശോധിക്കാനാണ് ആ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഈ പത്രിക മാറ്റിവെച്ചിരിക്കുന്നത്. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ഹിന്ദു MLA പരാമർശത്തിൽ കേസ് നിലനിൽക്കുന്നതിനാൽ LDFും UDFും ഈ പത്രികയെ എതിർത്തിരുന്നു. എന്നാൽ കേസിൽ ശിക്ഷിച്ചാൽ മാത്രമേ പത്രിക തള്ളാൻ കഴിയൂ എന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ B. ഗോപാലകൃഷ്ണനെതിരെ KSU ജില്ലാ നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചത്. ഗുരുവായൂരിൽ എപ്പോഴും മുസ്ലിം MLA-മാരെയാണ് നിർത്തുന്നത് എന്നും ഒരു ഹിന്ദു MLA അവിടെ വേണ്ടേ എന്നുള്ളതുമായിരുന്നു ഗോപാലകൃഷ്ണന്റെ ഏറെ വിവാദമായ പരാമർശം. പത്രത്തിൽ ഒരു വർഗീയ പ്രചരണം നടത്തി എന്നത് കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും അതുപോലെ തന്നെ പോലീസിനും ഹൈക്കോടതിയിലും എല്ലാം B. ഗോപാലകൃഷ്ണനെതിരെ കേസ് നൽകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ B. ഗോപാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥി പട്ടിക നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരാശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ B. ഗോപാലകൃഷ്ണന്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം ഈ ഒരു പരാമർശത്തിൽ കേസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനാൽ തന്നെ LDFും UDFും ഈ ഒരു പത്രികയെ എതിർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു കേസിൽ ശിക്ഷിച്ചാൽ മാത്രമേ പത്രിക തള്ളാനുള്ള ഒരു നിയമ സാധ്യത നിലനിൽക്കുന്നുള്ളൂ എന്നതാണ് ഇപ്പോൾ വരണാധികാരി അറിയിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ കേസ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഈ പത്രിക തള്ളാൻ കാര്യമായ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ഒരു കാരണമല്ല, മറിച്ച് കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പത്രിക തള്ളാൻ കഴിയൂ എന്ന് വരണാധികാരി അറിയിക്കുകയായിരുന്നു. പത്തനംതിട്ട കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടെ ചോദ്യം ചോദിച്ച പാർട്ടി പ്രവർത്തകനോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ സംഭവം വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നൽകിയത് സ്വാഭാവികമായ മറുപടി. ചോദ്യം ചോദിക്കേണ്ട വേദിയല്ല പൊതുയോഗമെന്നും പൊതുയോഗത്തിന് അതിൻ്റെതായ രീതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് പത്രസമ്മേളനമായതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്ന് എന്റെ പൊതുയോഗത്തിന്റെ മുമ്പിൽ ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി എന്തെങ്കിലും അത് സ്വാഭാവികമല്ലേ. പൊതുയോഗത്തിൻ്റെതായ മര്യാദയും പൊതുയോഗത്തിൽ നമ്മൾ ഒരാൾ സംസാരിക്കാൻ തരുന്നത് രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആവട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം.
മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് ജനം തെരുവിൽ മറുപടി പറയുമെന്ന് VD സതീശൻ പറഞ്ഞു. ഒരാൾ ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാണോ പറയേണ്ടത്? ഉള്ളിൽ മുതലാളിത്ത മനോഭാവമുള്ളയാളാണ് മുഖ്യമന്ത്രിയെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഒരാൾ ചോദ്യം ചോദിച്ചപ്പോ വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞത്. വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. വീട്ടിൽ പോയിട്ടല്ല, തെരുവിലിറങ്ങി ജനങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങളുടെ ദുഷ്ചെയ്തികളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഒരാൾ എനിക്കൊരു ചോദ്യമുണ്ട് സാർ എന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറയും. ഞങ്ങളാരെങ്കിലും പറയും? നിങ്ങൾ എത്ര ചോദ്യം, അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? എത്ര അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്? തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചത് പാർട്ടി പ്രവർത്തകനാണ്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണ് സദസ്സിൽ നിന്നൊരു പ്രവർത്തകൻ എഴുന്നേറ്റ് ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചത്. തെറ്റ് തന്റെ ഭാഗത്താണെന്ന് മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം ചോദിച്ച ദാസ് P. ജോർജ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. വികസനത്തെക്കുറിച്ച് ചോദിക്കാനാണ് താൻ ഉദ്ദേശിച്ചത് എന്നും എന്നാൽ താൻ ചോദ്യം ചോദിച്ചത് അനവസരത്തിലാണെന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്നുമാണ് ദാസ് P. ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സംഭവത്തിനാസ്പദമായ ദൃശ്യം കാണാം. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ആ ആവശ്യം നിറവേറ്റുന്നതിന് നമ്മുടെ കയ്യിൽ വേണ്ടത്ര കാശില്ല എന്നതാണ് പ്രശ്നം. BJP CPIM ഡീൽ ആരോപണത്തിൽ മുഖ്യമന്ത്രി പ്രകോപിതനായെന്ന് പ്രതിപക്ഷ നേതാവ്. റാന്നി, കോന്നി, മഞ്ചേശ്വരം, ഏറ്റുമാനൂർ എന്നീ മണ്ഡലങ്ങളിൽ CPIM-ഉം BJP-യും തമ്മിൽ ഡീൽ ഉണ്ടെന്നും VD സതീശൻ ആവർത്തിച്ചു. അപ്പൊ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. മുഖ്യമന്ത്രി എന്തിനാ പ്രകോപിതരാവുന്നത്? മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ. ആ മുഖ്യമന്ത്രിയല്ലേ RSSന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77? ആർക്കറിയാൻ പാടില്ലാത്തത്? ശ്രീ എമ്മുമായി അടച്ചിട്ട മുറിയിൽ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയതാര? പിണറായി വിജയനാണ്, VD സതീശനല്ല. അദ്ദേഹത്തെ ഓർമ്മിക്കാണ് ഞാൻ. മസ്കറ്റ് ഹോട്ടലിൽ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ RSS നേതാക്കളുമായി രഹസ്യമായി ചർച്ച നടത്തിയത് പിണറായി വിജയനാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. G. സുധാകരനെതിരായ ചെറ്റത്തരം എന്നുള്ള പരാമർശത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. താൻ G. സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല, രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് പറഞ്ഞത്. ആ വാക്ക് എങ്ങനെ അൺപാർലമെന്ററി വാക്കാകും? തന്റെ നാക്ക് മോശമാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളോ പറഞ്ഞിട്ടുണ്ടാവും, കേരളത്തിലാകെ പറഞ്ഞിട്ടുണ്ടാവും. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങളെല്ലാവരും ചെറ്റകളാണ്. അതിന്റെ അർത്ഥം ഞങ്ങളെ പറ്റി പറയുന്നതാണ്. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ. എത്രയോ കാലമായി, ദശാബ്ദങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് കേരളത്തിലെ പ്രതിനിധികൾ. സാധാരണ പറയുന്നില്ലേ ചെറ്റത്തരം കാണിച്ച ചെറ്റത്തരം എന്ന് പറയില്ലേ? അതല്ലേ ഉണ്ടായത്? അതിന്റെ അർത്ഥം അയാളെ ചെറ്റാന്ന് വിളിക്കുന്നതാണ്. ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. ബാർ ലൈസൻസ് പുതുക്കി കൊടുത്തത് തെരഞ്ഞെടുപ്പ് കാലത്ത് LDF സർക്കാരിന്റെ അഴിമതിയാണെന്ന് KC വേണുഗോപാൽ. ബാർ ഉടമകളിൽ നിന്ന് കൈക്കൂലി വാങ്ങി. എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഇതിന് മറുപടി പറയണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സാധാരണഗതിയിൽ ബാർ ലൈസൻസ് 5 കൊല്ലം കഴിഞ്ഞാൽ പുതുക്കി കൊടുക്കാറുണ്ട്. വളരെ രഹസ്യമായിട്ട്
ക്ലാസിഫിക്കേഷൻ പൂർത്തീകരിക്കാത്ത കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ മുമ്പിൽ ക്ലാസിഫിക്കേഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ബാറുകൾക്കെല്ലാം ലൈസൻസ് നീട്ടിക്കൊടുക്കാൻ കേരള ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് ഇത് എന്നുള്ള കാര്യം സംശയമില്ല. കോടിക്കണക്കിന് രൂപ ബാർ ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് ഈ ഒരു ഉത്തരവ് കേരള ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നതിൽ സംശയമില്ല. ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു സ്വാഭാവികമായ നടപടിക്രമമാണ്. ആ ക്ലാസിഫിക്കേഷന് വലിയ താമസം ഉണ്ടാവേണ്ട കാര്യമില്ല പുതുക്കേണ്ട കാര്യത്തിൽ. അപ്പൊ ആ ക്ലാസിഫിക്കേഷന് കാത്തു നിൽക്കാതെ, ആരും അറിയാതെ, സർക്കാർ വെബ്സൈറ്റിൽ പോലും പ്രസിദ്ധീകരിക്കാതെ രഹസ്യമായിട്ട് ഈ ബാറുകൾക്കെല്ലാം ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് കാര്യം സംശയമില്ല. ഇതിന് എക്സൈസ് മന്ത്രി മറുപടി പറയണം, മുഖ്യമന്ത്രി മറുപടി പറയണം. തനിക്ക് സമനില തെറ്റിയെന്ന പരാമർശത്തിൽ KC വേണുഗോപാലിന് മറുപടി നൽകി മുഖ്യമന്ത്രി. സമനില തെറ്റിയത് തനിക്കല്ലെന്നും സമനില തെറ്റുന്നത് ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാം എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ചോദ്യം ചോദിക്കേണ്ട വേദിയല്ല പൊതുയോഗം. പൊതുയോഗത്തിൽ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. കോന്നിയിലേത് സ്വാഭാവിക മറുപടിയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുപിടിക്കുന്നില്ല. എനിക്ക് സമനില തെറ്റുന്ന കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകൾ, ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. അല്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയല്ലോ, നിരാശരായല്ലോ. അതല്ല, എനക്കറിയാമൊക്കെ അത് അവിടെ ആരെങ്കിലും എന്നെ എതിർക്കാൻ വേണ്ടിയോ LDF എതിർക്കാൻ വേണ്ടിയോ വന്നതല്ല. പിന്നെ ചില ഘട്ടത്തിൽ ചില പ്രത്യേക ആവേശക്കാരുണ്ടാവുമല്ലോ, പലതരത്തിലാണല്ലോ ആവേശം വരും. ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി നിയമസഭാ മണ്ഡലങ്ങളിലെ ജില്ലാതല അവലോകനം കാണാം. തിരുവനന്തപുരം മണ്ഡലത്തിലെ അവലോകനത്തിലേക്കാണ് ആദ്യം പോകുന്നത്. തെക്കൻ കേരളത്തിൽ പൊതുവെ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഹിന്ദു സമുദായമാണ് ഈ ജില്ലയിലെ പ്രധാന വോട്ട് ബാങ്ക്. നായർ, ഈഴവ, നാടാർ സമുദായങ്ങളാണ് ഹിന്ദു വോട്ട് ബാങ്കിന്റെ പിൻബലം. തീരദേശ മണ്ഡലത്തിൽ ലത്തീൻ കത്തോലിക്കരും മുസ്ലിങ്ങളും നിർണായകമാണ്. തലസ്ഥാന നഗരമെന്ന നിലയിൽ സർക്കാർ ജീവനക്കാരുടെ സാന്നിധ്യവും നിലപാടും തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDFിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് സ്ഥിരത നിലനിർത്തുന്ന ജില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരെ മറിച്ചാണ്. ലോക്സഭയിലേക്ക് UDFിനെ പിന്തുണയ്ക്കാൻ ജില്ല മടി കാണിക്കുന്നില്ല. 14 മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, പാറശാല, കോവളം, കാട്ടാക്കട, വാമനപുരം, അരുവിക്കര, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, കഴക്കൂട്ടം തുടങ്ങിയവയാണ് ജില്ലയിലെ മണ്ഡലങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ LDFിനെ പിന്തുണയ്ക്കുമ്പോഴും UDFിനെ വിജയിപ്പിക്കുന്ന പ്രവണത പകുതിയിലേറെ മണ്ഡലങ്ങൾ കാണിക്കുന്നുണ്ട്. മണ്ഡല പുനർനിർണയം നടന്ന 2011 ശേഷം നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ വർക്കലയും നെടുമങ്ങാടും അരുവിക്കരയും വട്ടിയൂർക്കാവും നെയ്യാറ്റിൻകരയും കോവളവും കാട്ടാക്കടയും കഴക്കൂട്ടവും തിരുവനന്തപുരവും UDFിനെ വിജയിപ്പിച്ചതായി കാണാം. സംസ്ഥാനത്ത് BJPക്ക് വളക്കൂറുള്ള ജില്ല തിരുവനന്തപുരമാണ്. 2016 നേമത്ത് O രാജഗോപാലിന്റെ ജയത്തിലൂടെയാണ് BJP കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നത്. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന്റെ വിജയത്തിൽ നിർണായകമായത് തിരുവനന്തപുരം ജില്ലയാണ്. കോവളമൊഴികെ 13 മണ്ഡലങ്ങൾ LDF തൂത്തുവാരി. നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു. ആറ്റിങ്ങൽ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ ഫലം പരിശോധിച്ചാൽ ജില്ല UDFിന് ഒപ്പമാണെന്ന് കാണാം. 2024 തിരുവനന്തപുരവും ആറ്റിങ്ങലും കോൺഗ്രസ് നിലനിർത്തി. ശശി തരൂരും അടൂർ പ്രകാശും കടുത്ത മത്സരത്തിലൂടെയാണെങ്കിലും വിജയം കൊയ്തു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ NDA തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് തുടരുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പാറശാല, കോവളം, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിലെത്തിയപ്പോൾ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ BJPയും മുന്നിലെത്തി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര മണ്ഡലങ്ങൾ അടൂർ പ്രകാശ് നേടിയപ്പോൾ വർക്കലയിൽ മാത്രമാണ് LDF മുന്നിലെത്തിയത്. കാട്ടാക്കടയിലും ആറ്റിങ്ങലും BJPയിലെ V മുരളീധരൻ മുന്നിലെത്തി.
2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മികച്ച നേട്ടമുണ്ടാക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും UDF ഏറെ മുന്നിലെത്തി. കോർപ്പറേഷൻ പിടിച്ച ആത്മവിശ്വാസത്തിലാണ് BJP. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലം തലത്തിലുള്ള ഫലം LDFന് അത്ര ആശ്വാസകരമല്ല. വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, തിരുവനന്തപുരം, അരുവിക്കര, പാറശാല, കാട്ടാക്കട, കോവളമടക്കം 10 മണ്ഡലങ്ങളിലാണ് LDFന് മേൽക്കൈയുള്ളത്. ചിറയൻകീഴിലും നെയ്യാറ്റിൻകരയിലും UDF മുന്നിലെത്തിയപ്പോൾ പതിവ് പോലെ നേമത്തും വട്ടിയൂർക്കാവിലും NDA മേൽക്കൈ നിലനിർത്തി. വികസന നേട്ടങ്ങളും ക്ഷേമ പെൻഷനും ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണ വാഗ്ദാനവും ക്ഷേമ പദ്ധതികളും ജില്ലയിൽ നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഭരണവിരുദ്ധ വികാരം ജില്ലയിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്ന UDF ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെയും സാഹചര്യം വോട്ടാകാമെന്ന പ്രതീക്ഷയിലാണ്. നിയമമടക്കം 5 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന BJP ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ്. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിന്റ് ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. ജെൻലാക് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ, ദ പെർഫെക്റ്റ് പാർട്ട്ണർ ഫോർ യുവർ പെയിന്റ് ജോബ്. ജെൻലാക് NC തിന്നർ. സർ, ആദ്യത്തെ കാപ്പി അമ്മയ്ക്ക്. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ പുതിയ തുടക്കങ്ങൾ ശുഭകരമാകും. അതിനാൽ മുത്തൂറ്റ് ഫൈനാൻസ് കാലങ്ങളായി ഓരോ പുതിയ തുടക്കത്തിലും വിശ്വസ്ത പങ്കാളി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. മലപ്പുറം മഞ്ചേരിയിലെ നിയോജക മണ്ഡലത്തിൽ ഇക്കുറി ശുഭപ്രതീക്ഷയെന്ന BJP സ്ഥാനാർത്ഥി പത്മശ്രീ അജിത്ത്. വികസന വിഷയങ്ങളിൽ വലിയ പിന്നാക്കാവസ്ഥയാണ് മണ്ഡലം നേരിടുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സമഗ്രമായ പദ്ധതികളാണ് BJP മുന്നോട്ട് വയ്ക്കുന്നതെന്നും റോഡുകൾ, കുടിവെള്ളം, ആരോഗ്യരംഗം, തൊഴിലവസരങ്ങൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നും പത്മശ്രീ അജിത്ത് പറഞ്ഞു. മഞ്ചേരി ഈ പറഞ്ഞ പോലെ മഞ്ചേരിക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് തന്നെയാണ്. മെഡിക്കൽ കോളേജിനെ പറ്റിയുള്ള പരാതികളും പ്രശ്നങ്ങളും മാത്രമാണ് അവർക്ക് നമ്മളോട് പറയാനുള്ളത്. അതിനെക്കുറിച്ച് ആദ്യം അവർ പറയുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. മഞ്ചേരി ജനറൽ ആശുപത്രി, ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ജനറൽ ആശുപത്രിയായി നിലനിർത്തിക്കൊണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിന് വേണ്ടി മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു എല്ലാ സൗകര്യങ്ങളോടും കൂടി, ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. വികസന മുരടിപ്പുമായി മുന്നോട്ടു പോകുന്ന ആറന്മുള മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരുമെന്ന് BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. 2ാം ഘട്ടം പ്രചരണം ഈ നോമിനേഷൻ കൊടുത്തതോടുകൂടി ആരംഭിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായ ദിശാസൂചനകൾ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയും. കേരള രാഷ്ട്രീയം 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമായിരുന്നു നാളിതുവരെ. പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ ത്രികോണ മത്സരം. കുറെ നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ മത്സരം എങ്ങനെയാകും എന്ന് പറയാനാവില്ല. NDA കേരളത്തിൽ വളരെ ശക്തമായ നിലയിൽ വൻ കുതിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലുടനീളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷം വളരെ വ്യക്തമായി, സൂക്ഷ്മമായി, വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. NDA കേരളത്തിൽ വൻ കുതിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം LDFും UDFും നാളിതുവരെ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്ത കൊടും ക്രൂരതകൾ എണ്ണി എണ്ണി ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇരമ്പുകയാണ്. NDA സ്ഥാനാർത്ഥിയായി ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മളോടൊപ്പം കുമ്മനം രാജശേഖരൻ ചേരുകയാണ്. എങ്ങനെയാണ് 2ാം ഘട്ട ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കാണുന്നു? 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ഇനി അടുത്ത ഒരു ശക്തമായ ഒരു പ്രചരണത്തിന് വേണ്ടി മുന്നോട്ടേക്ക് പോവുകയാണ്. ശക്തമായ പ്രചരണമാണ്.
വീട് വീടാന്തരം കയറി ഇറങ്ങി ഗ്രാമാന്തരങ്ങളിലൂടെ ഓരോ വോട്ടർമാരെ നേരിക്കാണാൻ പരമാവധി ഞാൻ സമയം ഉപയോഗിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അവർക്ക് ഹസ്തദാനം നൽകി, അവരുടെ തോളത്ത് തട്ടി, അവരുടെ കണ്ണുനീർ ഉറച്ച്, അവർക്ക് പ്രതീക്ഷ നൽകി, പ്രത്യാശ നൽകി ഞാൻ എന്റെ യാത്ര തുടരുകയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ വള്ളപ്പാടിന് മുമ്പിൽ ആറന്മുള. അതെ, വള്ളപ്പാടിന്റെ ഈ നാട്ടിൽ വള്ളപ്പാടിന് ജയിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ജനങ്ങൾ അവരുടെ ഹൃദയാന്തരാളത്തിലുള്ളൊരു ഹൃദയ താളമാണ് ഇവിടുത്തെ വള്ളപ്പാട്ടെന്നൊക്കെ. പമ്പാ നദിയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ഒന്നിനെപ്പറ്റി ചിന്തിക്കാനാവില്ല. വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന പമ്പാ നദിയുടെ തീരത്ത് നിസ്സഹായരായി കണ്ണീരൊഴുക്കി കരയുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസവാക്ക് ഇതുവരെ ഏതെങ്കിലും ഒരു MLAക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ, കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാവരും നോക്കുക, അവരൊക്കെ നിരാശരാണ്. യാതൊരു വിധ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഞാൻ അവർക്ക് പ്രതീക്ഷ നൽകുന്നു, ഞാൻ അവർക്ക് പ്രത്യാശ നൽകുന്നു, അവരെ ഞാൻ നെഞ്ചോട് ചേർക്കുന്നു, ഞാൻ അവരോടൊപ്പം ഉണ്ട്, അവരെ ഞാൻ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക. അങ്ങനെ വിജയപ്രതീക്ഷയോട് കൂടിയാണ് കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ. മെയ് 4-ന് താൻ കൂത്തുപറമ്പ് MLA ആയി തിരഞ്ഞെടുക്കപ്പെടുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച LDF സ്ഥാനാർത്ഥി PK പ്രവീൺകുമാർ. ഇടതുപക്ഷത്തിന്റെ മുഴുവൻ വോട്ടുകളും തനിക്ക് തന്നെ ലഭിക്കും, നാട്ടുകാരനെന്ന നിലയിലുള്ള വോട്ടുകളും തനിക്ക് ലഭിക്കും. എതിർ സ്ഥാനാർത്ഥിയെ താഴ്ത്തി കാണുന്നില്ല എന്നും PK പ്രവീൺകുമാർ പറഞ്ഞു. കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിലെങ്കിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് സേഫാണ്. യാതൊരു വിധമില്ല, യാതൊരു തർക്കവുമില്ലാതെ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കൂത്തുപറമ്പ്. KP മോഹനൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ PR കുറുപ്പ്, KP മോഹനൻ തുടങ്ങിയ അതികായരായ നേതാക്കൾ കൈവെള്ളയിൽ വെച്ചിരുന്ന കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ഇത്തവണ KP മോഹനൻ മത്സരരംഗത്തില്ല. പകരം PK പ്രവീൺകുമാറാണ്. അദ്ദേഹം RJDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് മുസ്ലിം ലീഗിലെ ജയന്തി രാജനാണ്. അതുകൊണ്ട് തന്നെ പോരാട്ടം ശക്തമാണ്. ഇത്തവണത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് പങ്കുവയ്ക്കാൻ ഇപ്പോൾ PK പ്രവീൺകുമാർ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ മോശമില്ല, എന്തായാലും വിജയിപ്പിക്കുന്ന പ്രതീക്ഷയായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. KP മോഹൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ PR കുറുപ്പ്, KP മോഹൻ, ഇവരൊക്കെ ഒരു കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടിയ ഒരു മണ്ഡലം എന്നുള്ള ഒരു ഇതുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഒപ്പം തന്നെ RJDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തവണ LDF വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ പറ്റും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 100% വോട്ട് സമാഹരിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരനാണ് ഞാൻ. നാട്ടിലെല്ലാ മേഖലയായിട്ട് ബന്ധമുണ്ട്. ജാതി മതഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇത്തവണ UDF കണ്ണൂർ ജില്ലയിൽ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന നിയോജക മണ്ഡലങ്ങളിലൊന്ന് കൂത്തുപറമ്പാണ്. അവർ പറയുന്നു നേരത്തെ UDFന് ലഭിച്ചിട്ടുണ്ട്. അത് KP മോഹൻ അന്ന് KP മോഹൻ UDFൽ പോയപ്പോൾ അന്ന് മോനാട്ടനാണ് അവിടെ വിജയിച്ചത്. അല്ല, ഇത്തവണ അത് UDF അവിടെ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ? ഒരു സ്ഥാനാർത്ഥിയും താഴ്ത്തി കാണുന്നില്ല. പക്ഷേ എല്ലാ സ്ഥാനാർത്ഥിയുടെ വെല്ലുവിളി വിളിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ നാട്ടുകാരൻ എന്ന നിലയിലുള്ള പ്രതീക്ഷയും വെച്ചിട്ട് ഞാൻ എന്തായാലും മുന്നോട്ട് പോവുകയാണ്. ഈ LDFനകത്ത് RJD പലതവണ അവഗണിക്കപ്പെട്ടു എന്നൊരു ആക്ഷേപം RJD യോഗത്തിൽ തന്നെ അവരുന്നയിച്ചിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM പലയിടത്തും കാലുവരിയുന്നൊരു ആക്ഷേപമുണ്ട്. അത്തരം വെല്ലുവിളികൾ കൂത്തുപറമ്പിലുണ്ടാകുമെന്നുള്ളൊരു ഭയമുണ്ടോ? ഇല്ല, കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിലെങ്കിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് സേഫാണ്. യാതൊരു വിധമില്ല, യാതൊരു തർക്കവുമില്ലാതെ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. CPM തന്നെയാണ് മുന്നിൽ, CPM തന്നെയാണ് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും മെയ് 4 വരുമ്പോൾ ഒരു MLA എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. 100%. എല്ലാ ആശംസകളും. PK പ്രവീൺകുമാറാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് ഇത്തവണയും കൂത്തുപറമ്പിൽ RJDക്ക് തന്നെ വിജയിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് TKയ്ക്കൊപ്പം പ്രയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. LDF സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന്റെ മാനവ വിഭവശേഷി ഇടതുപക്ഷ സർക്കാർ നഷ്ടപ്പെടുത്തി. വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി ജനങ്ങൾ അന്യനാടുകളിലേക്ക് കുടിയേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF മഞ്ചേരി നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് ഐക്യജനാധിപത്യത്തിന് വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും ജനങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റത്തിന് വേണ്ടി കേരളീയ സമൂഹം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുള്ളതാണ്
തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഉള്ളൊരു കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന് അപരിചിതമായിട്ടുള്ള വികസനം നേട്ടങ്ങൾ അത് വീണ്ടെടുക്കാൻ ഇനി അടുത്ത 5 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റി കേരളത്തിന് നല്ലൊരു ഭാവി സമ്മാനിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. ആ ജനങ്ങളുടെ പ്രതീക്ഷ പുലർത്തുന്നതിന് വേണ്ടിയാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് നൽകണം. ഈ മണ്ഡലത്തിലെ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബ് മത്സരിക്കുന്നു. അദ്ദേഹത്തിന് കോണി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ റോഡ് ഷോയിൽ തന്റെ പ്രസംഗം വളച്ചൊടിച്ചെന്ന് റാന്നി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി തോമസ് കെ സാമുവൽ. കേരള വിഷൻ ന്യൂസിനോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. 2ാം ഘട്ട പ്രചരണം കഴിഞ്ഞപ്പോൾ തന്റെ വിജയപ്രതീക്ഷ വർദ്ധിച്ചതായും തോമസ് കെ സാമുവൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചരണം ഏകദേശം അവസാന ഘട്ടത്തിലാണ്. നാമനിർദ്ദേശ പത്രിക ഈ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അതാത് കേന്ദ്രങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മളോട് ഇപ്പോൾ ചേരുന്നത് റാന്നി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും 2020 പ്രതിനിധിയും കൂടിയായ തോമസ് കെ സാമുവലാണ്. എങ്ങനെയാണ് 2ാം ഘട്ട പ്രചരണം അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള വിജയപ്രതീക്ഷ? അതുപോലെ തന്നെ നല്ല പ്രതീക്ഷ തന്നെയാണ്. കാര്യങ്ങൾ ജനങ്ങളൊക്കെ നമ്മളെ നല്ല രീതിയിൽ സ്വീകരിച്ചു. എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ലെങ്കിലും മാക്സിമം പരമാവധി ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. 2-3 ദിവസമായിട്ട് തോമസ് കെ സ്ഥാനാർത്ഥിയുടെ മുഖമാണ് എല്ലാ മാധ്യമങ്ങളിലും ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട്. എന്തായിരുന്നു സത്യത്തിൽ അന്നത്തെ സംഭവിച്ചത്? സത്യത്തില് അന്ന് നമ്മുടെ റോഡ് ഷോ, ഞങ്ങളുടെ NDAയുടെ റോഡ് ഷോ നടന്ന സമയത്ത് ഒരു സ്വകാര്യ ചാനലില് ഒരു 5-6 മിനിറ്റ് നീണ്ടിരിക്കുന്ന അവരൊരു സംഭാഷണത്തിൽ നിന്ന് ഒരു കുറച്ച് വാക്ക് മാത്രം ശബരിമലയെ സംബന്ധിച്ചെടുത്തിട്ട് അവരതൊരു വിവാദമായി ചിത്രീകരിച്ചു. അപ്പം നമ്മൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മളോട് ചോദിച്ചപ്പോൾ ശബരിമല വിഷയത്തെ പറ്റി, അവിടുത്തെ ശബരിമല സംരക്ഷണത്തെ പറ്റിയൊക്കെ നമ്മൾ ശക്തമായിട്ട് അവരോട് സംസാരിച്ച കാര്യങ്ങളൊന്നും അതിൽ വന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ആ ഒരു ബൈറ്റില് അത് നല്ലൊരു ചർച്ചയായി വന്നതെന്ന് പലരും പറഞ്ഞു. നമ്മളോടൊപ്പം ചേരുന്നത് പത്തനംതിട്ട ജില്ലയുടെ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹിയും കൂടിയാണ് TJ രാജ്യത്ത്. എങ്ങനെയാണ് നിരവധി സമര പോരാട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നാമജപ ഘോഷയാത്രയൊക്കെ ഉള്ളപ്പോൾ ഈ പരാമർശം എങ്ങനെയാണ്? ഭാരതീയ ജനതാ പാർട്ടിക്കും ഞങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു ആശങ്കയില്ല. കാരണം കേരളത്തിലെ സ്വർണം കട്ടവരാണ് ഇടതുപക്ഷം. അതിന്റെ പ്രതിനിധിയാണ് പ്രമോദ് നാരായണൻ. സ്വർണം വിറ്റവരുടെ പ്രതിനിധിയാണ് പഴകുളം മധു, UDF. അപ്പൊ അതുകൊണ്ട് ശബരിമല വിഷയം ഈ ശബരിമലയുടെ ആസ്ഥാനമായ റാന്നി തെരഞ്ഞെടുപ്പില് വളരെ ശക്തമായ ജനവികാരമായി ആഞ്ഞടിക്കും വരാൻ പോകുന്ന നാളുകളിൽ. ഭാരതീയ ജനതാ പാർട്ടിയും 2020 അതായത് ഈ പ്രാവശ്യത്തെ ഇടത് NDA സഖ്യം വളരെ വ്യാപകമായ രീതിക്കുള്ള പ്രചരണമാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, കൊള്ളയായി ബന്ധപ്പെട്ട്, വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിടയിൽ അതിശക്തമായ ആശയപ്രചരണവും കൂടി നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഭാരതീയ NDAയുടെ സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ തോമസ് കെ സാമുവൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം അദ്ദേഹം ഈ റാന്നിയുടെ മകനാണ്. റാന്നിയുടെ മണ്ണിൽ കളിച്ചു വളർന്ന് ഈ റാന്നിയുടെ ഓരോ ഹൃദയത്തുടിപ്പും അറിയുന്ന വ്യക്തിയാണ്. ഇവിടുത്തെ വികസന മുരടിപ്പ് എന്തൊക്കെയാണെന്നും വികസനത്തിന്റെ അനന്ത സാധ്യതകൾ എന്താണെന്നും വളരെ കൃത്യമായി അറിയാവുന്നതും അതിനനുസരിച്ച് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റാന്നിയുടെ മുഖച്ഛായ മാറ്റുവാനും റാന്നിയിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുവാനും അതുവഴി നല്ല ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള, അതേപോലെ യുവാക്കന്മാർക്കും യുവതികൾക്കും തൊഴിൽ ലഭ്യമാകുന്ന ഒട്ടനവധി പദ്ധതികൾ, പരിപാടികൾ, അതേപോലെ റബ്ബർ പാർക്ക് അടക്കമുള്ളത്, ഒരു പക്ഷേ ഈ റാന്നി ഒരു റെയിൽവേ സ്റ്റേഷനായി മാറുന്ന തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ കൊണ്ടുവരാൻ, റെയിൽവേയും ലൈൻ അടക്കം ഈ റാന്നിയുടെ തിരുമാറിൽ കൂടെ പോകാൻ പര്യാപ്തമായ നിലയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പര്യാപ്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നിർത്തിയിരിക്കുന്ന ഈ റാന്നിയുടെ മണ്ണിന്റെ മകനായിട്ടുള്ള ശ്രീ തോമസ് കെ സാമുവൽ. അദ്ദേഹത്തിന് തീർച്ചയായും വിജയിക്കാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് BJP. എങ്ങനെയുണ്ട് ഷൈനെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ 2 ആഴ്ച മുന്നോട്ട് പോകും? പ്രചരണത്തില് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം NDA വളരെ ശക്തമായ രീതിയിലാണ് റാന്നിയിലെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. റാന്നിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയം ശബരിമലയും അതുപോലെ തന്നെ റാന്നിയിലെ വികസന മുരടിപ്പുമാണ്.
ഏതാണ്ട് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന MLA-മാരാണ് റാന്നിയെ പ്രതികരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വികസന മുരടിപ്പുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് റാന്നിയാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ശബരിമലയെ പറ്റി സൂചിപ്പിച്ചു. ശബരിമല റാന്നിയെ സംബന്ധിച്ച് ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ശബരിമല വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയുന്നത് BJP-യുടെയും അതുപോലെ തന്നെ BJP നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകും. ഇനിയും ഇത്തരത്തിലുള്ള വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും റാന്നിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത് BJP-യും CPM-ഉമായിട്ടുള്ള ഒരു ഡീല്. സത്യത്തിൽ അങ്ങനെ ഒരു ഡീലുണ്ടോ? അങ്ങനെ ഒരു ഡീലിനെ പറ്റി ഒരു ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമാണ്. ഇത്രയേറെ കൊള്ളകള് നടത്തി ശബരിമലയെ നശിപ്പിക്കുവാൻ വേണ്ടി, വിശ്വാസത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഇരു മുന്നണികൾക്ക്, അത് LDF ആണെങ്കിലും ശരി UDF ആണെങ്കിലും ശരി, അവർക്കെതിരെ ഈ ജനങ്ങൾ, റാന്നിയിലെ ജനങ്ങൾ സ്വർണം കട്ടവർക്കെതിരെ ഉള്ള വിധി ഇവിടെ റാന്നിയുടെ മണ്ണിൽ പറഞ്ഞിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പലർക്കും അവരുടെ രീതികളിൽ പറയാൻ ഉള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞായിരിക്കാം. ഓക്കെ, ഇനിയിപ്പോ പരിമിതമായിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വോട്ടർമാരെ കണ്ട് നേരിട്ടും അല്ലാതെയൊക്കെയുള്ള വോട്ട് അഭ്യർത്ഥിക്കുന്നത്? പ്രത്യേകിച്ച് വിദേശ മലയാളികൾ ഏറെയുള്ള ഒരു മണ്ഡലം കൂടി. അതെ, വിദേശ മലയാളികളുടെ വിഷയം വളരെ സങ്കീർണമാണ്. അവരെ പറ്റി പഠിക്കുവാനോ അവരുടെ കാര്യത്തിനൊക്കെ ഒരു സംവിധാനം ചെയ്യുവാനോ ഒന്നും ഇവിടെ ഒരു മുന്നണിക്കും കഴിഞ്ഞിട്ടില്ല. വിദേശ മലയാളികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പല പദ്ധതികളുണ്ട്. അതും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. വിദേശ മലയാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണം, ഒരു സംവിധാനമായിരിക്കും ഞങ്ങള് NDA-യും 2020-യും റാന്നിയില് ആലോചിക്കുന്നത്. ഇന്ത്യയുടെയും 2020-യുടെയും നേതാക്കളൊക്കെ സമീപ ദിവസങ്ങളിൽ ഇവിടെ പ്രചരണത്തിനെത്തുമോ? തീർച്ചയായിട്ടും. നാളെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. NDA-യുടെയും 2020-യുടെയും സന്നദ്ധ നേതാക്കൾ നാളെ എത്തും. വളരെ നല്ല രീതിയിലുള്ള പ്രചാരണ പദ്ധതികൾ ഇനിയും വീണ്ടും നടന്നുകൊണ്ടിരിക്കും. തികച്ചും ആത്മവിശ്വാസത്തിലാണ് റാന്നിയിലെ NDA സ്ഥാനാർത്ഥി തോമസ് കെ ശാമുവൽ. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൽ, പ്രസാദ് MJ, റാന്നി. അഹല്യ കേരളാംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. പവേർഡ് ബൈ മിൽമ തൈര്, നന്മയുള്ള പാലിന്റെ